ഹലോ, ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻവസീവ് ഏലിയൻ സ്പീഷീസ് ഓഫ് ഇന്ത്യ, ഡാറ്റാബേസ് ഓഫ് ബയോളജിക്കൽ ഇൻവേഷൻ, ഇമ്പാക്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻവേഷൻ എന്ന് പറയുന്ന പേപ്പർ 1-ലത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം എന്താണ് ഇൻവസീവ് ഏലിയൻ സ്പീഷീസ് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ പ്ലാന്റ്സും അതുപോലെ തന്നെ ആനിമൽസിനും നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻവസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസിനാണ് നമ്മൾ ഇൻവസീവ് സ്പീഷീസ് എന്ന് പറയാം. അവർക്ക് അവർ പുതിയ സറൗണ്ടിങ്ങിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പം നമുക്കറിയാലോ, ഒരു സ്ഥലത്തേക്ക് പുതിയൊരു ആനിമൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിലെ മാറ്റാൻ കാരണമാകുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മൾ പറയുക ഇൻവസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ദേ കോസ് എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആസ് വെൽ ആസ് ഹ്യൂമൻ ഹെൽത്തിനും ഇത് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. മെനി ഡിസ്പ്ലേസ് നേറ്റീവ് സ്പീഷീസ് ആൻഡ് ഡിസ്റ്റർബ് ഇമ്പോർട്ടൻറ്റ് എക്കോസിസ്റ്റം പ്രോസസ്. പിന്നെ ഏലിയൻ സ്പീഷീസ് ഇംപ്ലൈസ് ഇൻട്രൊഡക്ഷൻ ടു എ പെർട്ടിക്കുലർ എക്കോസിസ്റ്റം ഈസ് കൺസിഡർ ആസ് എ ത്രെറ്റ്. നമ്മളൊരു ത്രെറ്റ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, എക്കണോമിക് ആസ് വെൽ ആസ് ഹെൽത്ത് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ലോക്കൽ സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷന് കാരണമാകാം, അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കാം, അതുപോലെ കില്ലിംഗ് ഓർ ക്രൗഡിങ് ഔട്ട് ഓഫ് നേറ്റീവ് സ്പീഷീസ്, അതുപോലെ അതിനൊക്കെ കാരണമാകുന്നുണ്ട്. എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്, അത് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് ദ സ്പ്രെഡ് ഓഫ് ഇൻവസീവ് സ്പീഷീസ് ആണ് പറയുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു ദ എക്കോസിസ്റ്റം സർവീസസ് അല്ലേ. പുതിയ ജീവി വരുമ്പോൾ നമ്മൾ ആ എക്കോസിസ്റ്റം വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വരുമ്പോൾ കാശ് ചിലവാകുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഈ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. ഇനി അത് കഴിഞ്ഞ് മൂന്നാമത്തെയാണ് ഹെൽത്ത് ഇമ്പാക്റ്റ്. ഇൻവസീവ് സ്പീഷീസ് സ്പ്രെഡ് ഡിസീസ്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് വാട്ടർ ഡിപ്ലേഷനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി നമ്മൾ എക്സാമ്പിൾസ് പറയണം. ഇൻവസീവ് ആനിമൽസിനും ആയാലും പ്ലാന്റ്സിലും കുറച്ച് എക്സാമ്പിൾ പറയാണ്. ഒന്നാമത്തെയാണ് ദ റാക്കൺ ഡോഗ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ്. ഇവർ ഈസ്റ്റേൺ സൈബീരിയ, അതുപോലെ നോർത്തേൺ ചൈന, വിയറ്റ്നാം, കൊറിയ, ജപ്പാൻ ഇവിടെയൊക്കെയാണ് നേറ്റീവ് ആയിട്ടുള്ളത്. ഇവർ എസ്റ്റോണിയയിൽ 1950s അപ്പിയറായി. അതെന്താ, അവർ ആ സ്ഥലത്തേക്ക് വന്നതോടുകൂടി അവിടെ റാബിസൊക്കെ സ്പ്രെഡ് ആവാൻ കാരണമായെന്ന് പറയണേ. അതൊരു ത്രെറ്റായാലോ അപ്പോൾ അവിടെ. ഇനി രണ്ടാമത് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ് ദ അമേരിക്കൻ മിങ്ക് എന്ന് പറയുന്നത്. അവർ നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അവർ എസ്റ്റോണിയയ്ക്ക് എപ്പോൾ വന്നു, 1960s അപ്പിയർ ആയത്. അവർ ഈ അമേരിക്കൻ മിങ്ക് നമ്മുടെ യൂറോപ്യൻ മിങ്കിനെ റീപ്ലേസ് ചെയ്തു. ഇവരെ കില്ല് ചെയ്തിട്ട്, യൂറോപ്യൻ മിങ്കിനെ കില്ല് ചെയ്തിട്ട് അവിടെ ഫുൾ അമേരിക്കൻ മിങ്കാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. മിങ്ക് പ്രേ ഓൺ വാട്ടർ ബേർഡ്സ്, അതുപോലെ സ്മോൾ മാമൽസ് ആൻഡ് ഫിഷസിനെയൊക്കെ അവർ പ്രേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കാനഡൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആനിമൽ വരുന്നത്. അവർ നോർത്ത് അമേരിക്കയിലാണ് ഉണ്ടായിരുന്നത്. ഇസ്റ്റോണിയയിൽ 1965 വന്നത്. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ടു ഹൈബ്രിഡൈസ് വിത്ത് ദെയർ ബേർഡ് സ്പീഷീസ്, ഹാവ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, ഡ്രൂപ്പിംഗ് മേ കണ്ടാമിനേറ്റ് വാട്ടർ ആൻഡ് സോയിൽ. അതായത് ഈ കാനഡൂസ് എന്ന് പറഞ്ഞൊരു ബേർഡാണ്. അപ്പോൾ അവരുടെ ഡ്രൂപ്പിങ്ങൊക്കെ നമ്മുടെ വാട്ടറിൽ വരും, സോയിലൊക്കെ വന്നപ്പോൾ അവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വന്നു എന്നാണ് പറയുന്നത്. പിന്നെയാണ് കളേർഡ് പൊട്ടാറ്റോ ബീറ്റിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ലേഡി ബഗ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളൊരു സ്പീഷീസാണ്. ഇത് വന്നത് നമ്മുടെ ഷിപ്പ് വഴിയാണ് വന്നത്. നമ്മുടെ ഷിപ്പിൽ കൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ലേ, അങ്ങനെയാണ് ഇത് എസ്റ്റോണിയയിൽ എത്തിയത്. അപ്പോൾ അവർക്ക് നമ്മുടെ ക്രോപ്പ് ലോസിലൊക്കെ ഭയങ്കര കാരണം. ഇപ്പോൾ നമ്മൾ നെല്ലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതൊക്കെ ഈ ക്രോപ്പ് പ്ലാന്റൊക്കെ നശിക്കാൻ തുടങ്ങി. കാരണം ഇത് ലീഫൊക്കെ തിന്നുമല്ലോ അങ്ങനെ. പിന്നെയാണ് സ്കെയിൽ ഇൻസെക്റ്റ് പറഞ്ഞത്. അത് കെയിം ത്രൂ ദ ഓർണമെൻ്റൽ പ്ലാന്റ്സ്. നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റ്സൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല വേറെ രാജ്യത്തു നിന്നൊക്കെ, അങ്ങനെയാണ് വന്നത്. അത് സ്കെയിൽ ഇൻസെക്ട് വീക്കൻ പ്ലാന്റ്സ് ആൻഡ് ഡിസ്ട്രോയ് ക്രോപ്സ്. നമ്മുടെ ഒരു ചെടിയുടെ തണ്ടുമെന്നോ അല്ലെങ്കിൽ ക്രോപ്പിനെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പോർച്ചുഗീസ് സ്ലഗ്. ഇത് 17 to 50 centimeter ലോങ് ആണ്. പിന്നെ ഇത് പോർച്ചുഗീസിലാണ് ഉണ്ടായിരുന്നത്. ഇത് ഹാർവസ്റ്റ് ലോസ്. ഇവർ വന്നതോടുകൂടി നമ്മുടെ 50% നമ്മുടെ ഹാർവസ്റ്റ് കുറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെയുള്ള റൗണ്ട് ഗോബി. അതിന് ലെങ്ത്ത് പറയുന്നത് 12 to 25 centimeter ആണ് ലെങ്ത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അത് വന്നത് എവിടുന്ന നമ്മുടെ കാസ്പിയൻ, എസോ ആൻഡ് മരാമാസിയിലൊക്കെയാണ് വന്നത്. അവിടെ നിന്നാണ് വന്നത്. ഇത് ക്രൗഡഡ് ഔട്ട് ഓഫ് അതർ ഫിഷസ് ഫ്രം ദെയർ ഹാബിറ്ററ്റ് ബൈ ഈറ്റിംഗ് ദ എഗ്സ് ആൻഡ് ഫുഡ്. ഇതൊരു ഫിഷാണല്ലോ, അപ്പോൾ മറ്റ് മീനുകളുടെ എഗ്ഗൊക്കെ തിന്ന് അവരെ നശിപ്പിക്കാൻ ഈ ഗോബി കാരണമായിട്ടുണ്ടായിരുന്നു.
പിന്നെയാണ് ഹാരിസ് മഡ് ക്രാബ്. ഇതൊരു ക്രാബാണ്. അവർക്ക് എന്താ പുതിയ എൻവയോൺമെൻറ്റിൽ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആവാനുള്ള ഒരു എബിലിറ്റി ഒക്കെ ഇവർക്കുണ്ട്. ഇവർ വന്നത് ഈസ്റ്റേൺ ഗൾഫ് എന്നാണ് വന്നത്. പിന്നെ ചൈനീസ് മിറ്റൻ ക്രാബ് ഉണ്ട്, അതും ഈസ്റ്റ് കോസ്റ്റ് ചൈനയിൽ നിന്നാണ് വന്നത്. അതെന്താ യൂറോപ്യൻ കൺട്രിയിലേക്കാണ് അത് എൻ്റർ ചെയ്തത് 16th century. പിന്നെ ഡിസ്ട്രോയ് ഫിഷസ് ആൻഡ് ഫിഷ് ഫുഡൊക്കെ അത് എന്താ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കനേഡിയൻ വാട്ടർ വീഡ്. ഇതൊരു പ്ലാന്റ് ആണ്. വീട് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്ലാന്റ് മറ്റേ കുഞ്ഞു പായൽ, ആ സാധനമാണ്. അപ്പോൾ ഇത് നോർത്തേൺ അമേരിക്കയിലാണ് ഉണ്ടായിരുന്നത്. അത് യൂറോപ്പിലേക്ക് 19th century വന്നു. പിന്നെ എന്താ അത് പിന്നെ എന്താ ഹൈ ന്യൂട്രിയൻ വാട്ടർ കോസ് ഇതിൻ്റെ ഈ നമ്മുടെ വാട്ടറിലൊക്കെ എന്തുണ്ട്, ന്യൂട്രിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓവർ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ അവിടെ നിന്നുള്ള എക്കോസിസ്റ്റം ഒക്കെ അതായത് നശിക്കാനൊക്കെ കാരണമാകും. അവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് വളരാനുള്ള ന്യൂട്രീഷ്യൻസും ഒക്കെ കിട്ടാതെ ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെയാണ് വാർട്ടി ക്യാബേജ്. ഇതൊരു പ്ലാന്റ് ആണ്. ഇത് സൗത്ത് ഏഷ്യയിലാണ് നേറ്റീവ് ആയിട്ടുള്ളത്. ഇത് 17th century സ്പ്രെഡ് ആയത് യൂറോപ്പിലേക്കൊക്കെ. പിന്നെ വാർട്ടി ക്യാബേജ് ഈസ് ഡൊമിനൻറ്റ് പ്ലാന്റ് വെൻ ക്യാൻ ഈസിലി റീപ്ലേസ് അതർ പ്ലാന്റ്സ്. അല്ലേ, ഒരു പ്ലാന്റിനെ മാറ്റി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഒക്കെ പെട്ടെന്ന് നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെയാണ് ഇതിൽ രണ്ടാമത്തെ ഒരു സെക്ഷനാണ് ഡാറ്റാബേസ് ഓഫ് ബയോളജിക്കൽ ഇൻവേഷൻ. നമുക്ക് ആദ്യം എന്താണ് ബയോളജിക്കൽ ഇൻവേഷൻസ് നോക്കാം. ബയോളജിക്കൽ ഇൻവേഷൻസ് ആർ ദ ഇൻവേഷൻസ് ഒക്കർ വെൻ സ്പീഷീസ് ആർ intentionally or accidentally introduced outside of their native or historic range and successfully spread in their new environment. Only those exotic species that spread outside the human domain environment are considered as the biological invasion. This is a public database where people working on invasive species can find potential collaborates with skill that they seek. The database is open to registration by anyone working on invasive species ecology. You can also find links to variety of other websites on invasive species. അപ്പോൾ നമ്മൾ ഈ ഇൻവെസീവ് സ്പീഷീസിൻ്റെ ഒക്കെ ഡാറ്റാബേസ് നമ്മൾ കളക്ട് ചെയ്യും. കാരണം ഇപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എല്ലാ പ്ലാന്റ്സും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻവെസീവ് സ്പീഷീസിൻ്റെ ഒക്കെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഏതൊക്കെ നമ്മളൊരു പ്ലാന്റിനെ കാണുമ്പോൾ ഇത് നേറ്റീവ് ആണോ ഇൻവെസീവ് സ്പീഷീസ് ആണോ നമുക്ക് അറിയാൻ പറ്റും. അതിനാണ് ഈ ഡാറ്റാബേസ് നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്, ബയോളജിക്കൽ സ്പീഷീസ് ഇൻവെസീവ് സ്പീഷീസിൻ്റെ. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പാക്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പാക്റ്റ് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എക്കോളജിക്കൽ, എക്കണോമിക്, ഹെൽത്ത്, അങ്ങനെയുള്ള അതുപോലെ ബയോഡൈവേഴ്സിറ്റി, അങ്ങനെ പല കാരണങ്ങളും ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. എക്കോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ഹാബിറ്റാറ്റ് ആർ പ്രോൺ ടു ഇൻവേഷൻ ദാറ്റ് കോസ് എഫക്റ്റ് ഓൺ ലോക്കൽ എക്കോസിസ്റ്റം. അതിന് എക്സാമ്പിൾ പറഞ്ഞത് വാട്ടർബർഗിനാണ്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള. അത് കാറ്റൽ ഗ്രേസ്, അതുപോലെ തന്നെ കാറ്റൽ ഗ്രേസിംഗ് ഓവർ ദ പാസ്റ്റ് 6 centuries ഹാസ് അലൗഡ് ഇൻവെസീവ് സ്ക്രബ് ആൻഡ് സ്മോൾ ട്രീസ് ടു ഡിസ്പ്ലേസ്. അല്ലേ, നമ്മൾ കൂടുതലായിട്ട് ഈ ഗ്രേസിങ് വന്നപ്പോൾ എന്താ ഇൻവെസീവ് സ്ക്രബും അതുപോലെ കുഞ്ഞു ട്രീസും ഒക്കെ ഡിസ്പ്ലേസ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെ ഇൻവെസീവ് സ്പീഷീസ് ക്യാൻ ചേഞ്ച് ദ ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അതിന് എക്സാമ്പിളാണ് എന്ത്, ഇൻവെസീവ് പ്ലാന്റ്സ് ക്യാൻ ഓൾട്ടർ ദയർ ഫയർ റെജിമെൻ, അതിന് കാരണമാവുന്നുണ്ട്. പിന്നെ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി ബെനിഫിറ്റും ഉണ്ട് കോസ്റ്റും ഉണ്ട്. അല്ലേ, ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് ഇൻവെസ്റ്റീവ് സച്ചസ് വാട്ടർ ഹയാസിൻ ക്യാൻ ടേൺ ഇൻ ടു ഫ്യൂവൽ ബൈ മീഥേൻ ഡൈജസ്റ്റർ. അതായത് നമ്മൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ എന്താണ്, അതായത് നമുക്ക് ഇപ്പോൾ വാട്ടർ ഹയാസിൻ നമുക്കൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോസ്റ്റ് എന്താ, എസ്റ്റിമേറ്റഡ് ഡാമേജ് ഉണ്ടാവും. അതുപോലെ കൺട്രോൾ കോസ്റ്റ് ഓഫ് ഇൻവെസീവ് സ്പീഷീസ്, അതായത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും, ഇതിൻ്റെ ഗ്രോത്തൊക്കെ. അല്ലേ, അപ്പോൾ നമുക്ക് എന്താ കോസ്റ്റാണ് ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. മെനി ഇൻട്രൊഡ്യൂസ്ഡ് വീഡ്സ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ് ഗ്രോ വിത്ത് നേറ്റീവ് ക്രോപ്പ്, എ ഡിക്ലൈൻ ഇൻ പോളിനേറ്റർ സർവീസ് ആൻഡ് ലോസ് ഓഫ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ കോസ്ഡ് ബൈ ഹണി ബീസ് ആൻഡ് ഇൻഫെക്ട് ദ ഇൻവെസീവ് വോറാമൈറ്റ്. പിന്നെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അൺഇൻറ്റൻഷണൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോറസ്റ്റ് പെസ്റ്റ് സ്പീഷീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പാത്തജൻ ക്യാൻ ചേഞ്ച് എക്കോളജി. എക്സാമ്പിളാണ് ലാഹരെ ബാമാറ എന്ന് പറയുന്നത്. പിന്നെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ബേർഡ്സ്, റോഡൻസ് ആൻഡ് ഇൻസെക്ട് ക്യാൻ സെർവ് ആസ് വെക്ടേഴ്സായിട്ട് നിൽക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസീസൊക്കെ സ്പ്രെഡ് ആവാനായിട്ട് എന്താ ചാൻസ് കൂടും. പിന്നെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിക് ഇൻവേഷൻസ് ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ 5 ടോപ്പ് ഡ്രൈവ്സ് ഫോർ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ലോസ്. ബയോഡൈവേഴ്സിറ്റി ലോസിൽ മെയിനായിട്ടുള്ള 5 കാരണങ്ങൾ ഒന്ന് എന്താ, ഇൻവേഷൻസ് എന്നാണ് പറയുന്നത്.
പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ കൺട്രോൾ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് റിമൂവ് ചെയ്യുക സ്പീഷീസിനെ. പിന്നെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെർബിസൈഡോ പെസ്റ്റിസൈഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ഇൻവെസീവ് സ്പീഷീസിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ബയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻറ്റൻഷണൽ യൂസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് നാച്ചുറൽ എനിമീസ് ഓഫ് ദ ടാർഗറ്റ് ഇൻവെസീവ് ഏലിയൻ സ്പീഷീസ് അല്ലേ. അതായത് നമ്മളെന്താ, നമ്മൾ ഒരു ജീവിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നേറ്റീവായിട്ടുള്ള വേറൊരു ജീവിനെയൊക്കെ കൊണ്ടുവരില്ല. അതായത് ചില ഉറുമ്പുകളൊക്കെ ഉപയോഗിച്ച് ചില പെസ്റ്റ് നശിപ്പിക്കാൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള ബയോളജിക്കൽ കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹാബിറ്റാറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് മെഷേഴ്സ് സച്ച് ആസ് എ പ്രിസ്ക്രൈബ്ഡ് ബേണിംഗ്, ഗ്രേസിംഗ് ആൻഡ് അതർ ആക്ടിവിറ്റീസ്. പിന്നെ therefore give a high complexity of the ecology of invasive species and habitat effect control. അപ്പോൾ അതത്രേ ഉള്ളൂ ഈ ടോപ്പിക്ക്. താങ്ക് യു.